Hello guys, welcome back to the last episode of our series. നിങ്ങൾ കേട്ടത് ശരിയാണ്. അതായത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ എപ്പിസോഡാണ് ഇത്. എനിക്ക് തോന്നുന്നു 44-മത്തെയോ 43-മത്തെയോ എപ്പിസോഡ് എങ്ങാണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ എപ്പിസോഡെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗായ്സ്. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരിക്കും എൻ്റെ ക്യാരക്ടർ എന്താണ് ഇങ്ങനെ ആയിട്ടുള്ളതെന്ന്. ലാസ്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ ക്യാരക്ടറൊക്കെ അടിച്ചുപോയി ഗൈസ്. പിന്നെ ഞാൻ കുറേ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. സോ എന്തായാലും നമ്മൾ ഈ ഒരു സീരീസ് എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുവരെ നമ്മളുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ വീടിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതായത് എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ബിൽഡായിരുന്നു കേട്ടോ ഇത്. അധികം ഒന്നും ഞാൻ വർക്ക് ചെയ്യാതെ ചെയ്തൊരു വീടായിരുന്നു ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ ബ്ലോസം സ്റ്റൈൽ അല്ലെങ്കിൽ പിങ്ക് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വീട് പണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി പോവാം. അപ്പോൾ ഓട്ടോമാറ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഡോർസ്, അതുകൊണ്ട് തന്നെ നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ അടയും. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മുടെ അപ്പുറത്തൊക്കെ ഉള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിൻ്റെ താഴെ ഒരു സ്പേസ് ഇതേപോലെ ഞാൻ ലാഡറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ കുറേ ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ അയൺ ഫുൾ ആർമറും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റോറേജ് റൂമാണ് ഗൈസ് ഇത്. അതേപോലെ തന്നെ ഇതാണ് എൻ്റെ ചെറിയൊരു മൈനിങ് ഏരിയ. അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകാതെ ഇരുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഈ ഡോറിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബിൽഡിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ബിൽഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷേ ക്രീപ്പർ പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു ലുക്ക് ഇതിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വില്ലേജ് ബ്രീഡറിലേക്ക് പോവാം. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില്ലേജസ് പുതുതായിട്ടൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വില്ലേജ് ബ്രീഡർ എന്ന് പറയുന്നത്. ഭയങ്കര വലിയ വില്ലേജ് ബ്രീഡറൊന്നും അല്ല, പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം കുറേ വില്ലേജസിനെയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വില്ലേജ് ബ്രീഡർ. പിന്നെ നിങ്ങൾ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു ബിൽഡ്. അപ്പോൾ അത് എന്ത് ബിൽഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ട്രേഡിംഗ് ഹാളാണ് അത്. ആദ്യം ഞാൻ ബിൽഡ് ചെയ്തത് അവിടെയായിരുന്നു. പിന്നെ ഞാൻ അത് പൊട്ടിച്ച് നമ്മുടെ ഇപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് മാറ്റി. പക്ഷെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളത് കണ്ടത്. സോ എന്തായാലും നമുക്കിനി അടുത്ത ബിൽഡിലേക്ക് പോവാം. അടുത്ത ബിൽഡെന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു അയൺ ഫാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാനിവിടെ വർക്കാവാത്ത കൊണ്ട് ഗൈസ് അയൺ ഗോളം എങ്ങനെ ഗൈസ് ഇത് ക്രാഷായി പോയ അയൺ ഫാമാണ്. ഒരു അയൺ ഗോളം നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ലാസ്റ്റത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു വേൾഡ് നമ്മളെ ജസ്റ്റ് ഒന്ന് സർപ്രൈസ് ചെയ്യിപ്പിച്ചു. എന്തായാലും എന്താ അവിടെ ഒരു അയൺ ഗോളം നിൽപ്പുണ്ട്. നമുക്ക് വേഗം തന്നെ ഓടിപ്പോവാം. കാരണം എനിക്ക് അവിടെ നിന്ന് ഞാൻ കരയും ഗൈസ്. കാരണം അത്രയും കഷ്ടപ്പെട്ട് 4 വട്ടമൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു. പോട്ടെ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ആദ്യത്തെ കുതിരയാണ്. അപ്പോൾ ഇവന് പേരും കാര്യങ്ങളും നമ്മൾ ഇട്ടിട്ടില്ല. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവനെ ഗോൾഡ് എന്ന് വിളിക്കാം. ഇത്രയും സ്വർണ്ണവിലയുള്ള സമയത്ത് ഇത്രയും ഗോൾഡിൽ പൊതിഞ്ഞ് ഉടുപ്പ് കിട്ടിക്കുന്നവനെ ഗോൾഡ് തന്നെ നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ബീട്രൂട്ട് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓൾറെഡി ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ആദ്യം പണിഞ്ഞ് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പണിഞ്ഞ് നമ്മുടെ പിക്കാക്സ് സ്റ്റാച്ചു ആണ്. ഒരു രക്ഷയില്ലാത്ത ബിൽഡാണ് കേട്ടോ. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ബിൽഡൊന്നും അല്ലെങ്കിൽ പോലും അടിപൊളിയാണ്. ഈ ലുക്ക് കാണാൻ തന്നെ അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബിൽഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്കാക്സ് സ്റ്റാച്ചു. ആൻഡ് നമ്മുടെ അടുത്ത, അതായത് നമ്മുടെ രണ്ടാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള നമ്മുടെ സ്റ്റോറേജ് റൂം കാര്യങ്ങളായിരുന്നു. ഇവിടെ ഞാൻ ചെറുതായിട്ടുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതാണ് നമ്മുടെ ചെറിയൊരു സ്റ്റോറേജ് റൂം. പിന്നെ നമ്മുടെ ഷോപ്പാണ് കേട്ടോ. ഇതേപോലെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളൊക്കെ ഉള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കിംഗ് ഉള്ള ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആയിട്ട് നമുക്ക് ഇരുന്ന് ചില്ല് ചെയ്യാനും ചായ കുടിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പണിഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ അടുത്ത ഷോപ്പാണ് ഇത്. ആൻഡ് ഇത് വലിയ കാര്യമായിട്ടുള്ള ഷോപ്പൊന്നും അല്ല, ബട്ട് എന്നാലും സ്റ്റിൽ ഈ ഒരു സ്ഥലത്തിന് മാച്ചിങ് ആയതുകൊണ്ടുള്ള ഒരു ഷോപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഷോപ്പ്. പിന്നെ നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഈ ഒരു നമ്മുടെ ബ്രിഡ്ജ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള, നമ്മളെ കൂടുതൽ ഈ ഒരു വേൾഡിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും നമ്മുടെ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ പോണ്ട് കാര്യങ്ങളൊക്കെയാണ്. ഒരൊറ്റൊരു ഗപ്പിക്കുട്ടം മാത്രം കിടക്കുന്ന ഒരു പോണ്ട്
അതുകൊണ്ടാണ്. എന്തായാലും അടിപൊളി പോണ്ട് കാര്യങ്ങളൊക്കെയാണ്, ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ട് പറയല്ല. ഞാൻ ഈ ഒരു ബാരലിൽ നമ്മുടെ ഈ ഒരു കുളത്തിന് പിടിച്ച സാധനങ്ങളൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, അതൊന്നും ഞാൻ മാറ്റിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റെയർ കാര്യങ്ങളൊക്കെ പണിഞ്ഞായിരുന്നു, പക്ഷെ അത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ട്രീ ഹൗസിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അപ്പം നമ്മുടെ ട്രീ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു തണുപ്പ് ഇപ്പോഴും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രീ ഹൗസിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. ഞാൻ അധികം ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ചെയ്ത് കുളമാക്കിയിട്ടില്ല കേട്ടോ. നേരത്തെ ഞാൻ ഈ വഴിക്ക് കയറിയായിരുന്നു പോകുന്നത്, പക്ഷെ ഇപ്പം നമ്മളൊരു പാലമല്ല മതിൽ പണിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്കൂടെ പോകാൻ വേണ്ടി പറ്റത്തില്ല. സോ നമുക്ക് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത ബിൽഡിലേക്ക് പോവാം. അടുത്തായിട്ട് നമ്മൾ പണിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലം. അയ്യോ ചെലന്തി ഗൈസ്, രാത്രി ആയില്ല ഗൈസ്, പക്ഷെ എന്നിട്ട് എന്തിനാ അമ്മ എന്നെ കൊല്ലുന്നേ? ചിലപ്പോൾ മഴയുണ്ടായിരിക്കും. നമുക്ക് ഈ ബീഫ് ഫാമിനകത്തോട്ട് കയറിയിട്ട് പെട്ടെന്ന് കഥ അടച്ചിട്ട് പെട്ടെന്ന് കടന്നുറങ്ങാം ഗൈസ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ അടിപൊളി. ഇവിടെ സോംബീസ് അല്ല മോൺസ്റ്റേഴ്സ് ഇതായിട്ടുണ്ട്. നമുക്കിതാ ഇവിടോട്ട് കടന്നുറങ്ങാം ഗൈസ്. ഞാൻ ഈ ഒരു വേൾഡിൽ കയറിയതിന് ശേഷം ആദ്യമായിട്ട് ഇടിമിന്നലോട് കൂടിയിട്ടുള്ളൊരു മഴ പെയ്ത് ഗൈസ്. ഞാൻ ഉറങ്ങിയ സമയത്തായിരുന്നു ആദ്യമായിട്ടാണ് ഗൈസിനത് ഇടി വെട്ടുന്നത് ഞാൻ കേൾക്കുന്നത് സത്യമായിട്ട്. അപ്പോൾ ഈ ഒരു വേൾഡിന് ശരിക്കും സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു എപ്പിസോഡ് നിർത്താൻ പോകുന്നതിന്. എപ്പിസോഡെന്ന് വെച്ചാൽ സീരീസ് കേട്ടോ, സീരീസ് നിർത്താൻ പോകുന്നതിന് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആൻഡ് ഉപയോഗമില്ലാതെ വെറുതെ ബിൽഡ് ചെയ്ത് വെച്ച ഈ ഒരു പോർട്ടൽ ബിൽഡുണ്ട്. അതായത് നമ്മുടെ ലുക്കിന് വേണ്ടി മാത്രം പണിഞ്ഞതായിരുന്നു. നമ്മളിത് ഇപ്പോൾ കെടുത്തിയിട്ടേക്കുമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പോർട്ടൽ ബിൽഡ്, പിന്നെ നമ്മുടെ ഈ ഒരു ഫൗണ്ടെയിൻ, പിന്നെ നമ്മുടെ പണിക്കാരൻ നമ്മളൊരു വാഹനമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദേഷ്യത്തിലാണ് നമ്മൾ ഈ ഒരു വേൾഡ് ഡിലീറ്റ് ആക്കി പോകുന്നതിനും, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിപ്പോയത്. പിന്നെ നമ്മുടെ സുഗുമോനുണ്ട്. സുഗുമോൻ ഭയങ്കര ദേഷ്യത്തിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ യജമാനത്തിൽ പോകുന്നതുകൊണ്ടുള്ള ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് അവൻ തിരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. സോ എന്തായാലും ഓക്കെ. പിന്നെ നമ്മുടെ മാപ്പ് ഉണ്ട്. ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ബിൽഡ് ചെയ്ത് നമ്മുടെ സ്മെൽറ്റിംഗ് റൂമാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബീഫ് ഫാമിലേക്ക് പോവാം. അടിപൊളി ബീഫ് ഫാമാണ്, ലുക്കിങ് ഭയങ്കര ഗുഡാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ബീഫ് ഫാമുണ്ട്. ഇവിടെ 4 സൈഡിലും കണ്ടോ, 4 സൈഡിലും ആൾക്കാർ ഇന്ന് തേൻ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബീഫ് ഫാമുണ്ട്. ഇവിടെയാണ് ഞാൻ എപ്പോഴും ഇതേപോലെ സോംബിയൊക്കെ അടിക്കാൻ വരുമ്പോൾ ഓടി വന്ന് കയറി കിടന്ന് ഉറങ്ങാറുള്ളത്. നമ്മൾ മറന്നുപോയി ഗൈസ്, നമ്മുടെ യുക്കിയുടെ ഹൗസ് ഇച്ചിരി ചെറുതാണെങ്കിൽ പോലും അവൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും നമ്മുടെ പൂച്ചക്കുട്ടിയുണ്ട്. പിന്നെ നമ്മുടെ പംകിൻ്റെയും അതുപോലെ തന്നെ മെലണിൻ്റെയും ഒരു ചെറിയൊരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ഭയങ്കര കോസി ലുക്ക് തരുന്നതാണ് കേട്ടോ. ദെൻ നമ്മുടെ ചെറിയൊരു ബാംബൂഡിൻ്റെ ഷുഗർ കെയിൻ്റെ ആ ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് പോവാം, നമ്മുടെ വിൻഡ് മില്ലിൻ്റെ ഒക്കെ ആ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വീറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നാളെ പൊട്ടിച്ചിട്ട് പിന്നെ നടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡ് മില്ല്. പിന്നെ ഇന്നത്തെ ശരിക്കും നമ്മുടെ വീഡിയോൻ്റെ ബിൽഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫാമായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഇതങ്ങ് തീർത്തേക്കാമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ എന്തായാലും ഇതാണ് ഞാൻ ഇന്നുണ്ടാക്കിയ ചെറിയൊരു ബിൽഡ് കാര്യങ്ങളൊക്കെ. ഇനി നമ്മുടെ പാലമാണ്. നമ്മൾ ഈ ഒരു കഴിഞ്ഞ ദിവസമൊന്നും അല്ല, അത്യാവശ്യം കുറച്ച് ദിവസമായി. അപ്പോൾ ഈ ഒരു പാലവും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാലം. പിന്നെ നമ്മുടെ കോഴി ഫാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു കോഴിക്കൂടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള കോഴിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ആൻഡ് അതാണ് നമ്മുടെ അടുത്ത പന്നീൻ്റെ ഒക്കെ കൂടെന്ന് പറയുന്നത്. പക്ഷെ പന്നീൻ്റെ കൂടിനകത്ത് അവിടെ ഒരു പശു വന്നിട്ടുണ്ട്. ആരടാ പറഞ്ഞ ഇന്നത്തെ കയറാൻ? കൊല്ലുന്നില്ല, എന്തായാലും തീരാൻ പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിയുടെ പന്നീൻ്റെ ഫാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു സംഭവം ഫാം, പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഫാം, അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോയുടെ ഫാം. ബീട്രൂട്ടിൻ്റെ ഫാം ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അടുത്ത നമ്മുടെ ഫാം ഹൗസിലേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മുടെ ഫാം ഹൗസ്. അത്യാവശ്യം നല്ല ലുക്കുള്ള ഫാം ഹൗസാണ്. ഇതിനും നല്ലൊരു കോസി വൈബുണ്ട്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് ഈ ബാരൽ നിറയ്ക്കും എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ അതിന് നമ്മൾ തിരിഞ്ഞ് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് ഓൾറെഡി നിറഞ്ഞിട്ട് നമ്മുടെ വീറ്റും സീഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ നിറച്ചൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ഇത് 2 മാത്രം അവിടെ നിറഞ്ഞത്, അതുകൊണ്ടാണ് അത് മാത്രം കാണിച്ചത്. ഓക്കെ,
അപ്പോൾ എന്തായാലും നമ്മുടെ ഫാം ഹൗസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പശുവിൻ്റെ കൂടാണ്, സോറി ആടിൻ്റെ കൂടാണ് ഗൈസ്, എല്ലാ പേരും മാറിപ്പോകുന്നുണ്ട്. സോ ആടിൻ്റെ കൂട്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ കുതിരയാണ് ഗൈസ് ഇത്. കണ്ടോ, അവനൊക്കെ തിരിഞ്ഞു പോവാണ് ഗൈസ്. പിന്നെ നമ്മുടെ പശുവിൻ്റെ കൂട് അതിനൊന്നും കാണിക്കുകയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ചെറിയ ചെറിയ ഓരോ ബിൽഡ് കാര്യങ്ങളൊക്കെ. ഇതിനകത്തൊരു ബിൽഡ് ഇത് മിസ്സായി പോയിട്ടുണ്ട്. എന്ത് ബിൽഡാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് ഞാനും ഇപ്പോഴാണ് ആലോചിക്കുന്നത്. പക്ഷെ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. എത്ര പേരെൻ്റെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് കാണുന്നുണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ ട്രേഡിംഗ് ഹാളാണ്. അപ്പോൾ അതിനകത്ത് കുറേ വില്ലേജസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് കയറുന്നത് എനിക്കിഷ്ടമല്ല, കാരണം ആ ഒരു സൗണ്ട് കേൾക്കുന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വില്ലേജസും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഇവരെയൊക്കെ. സോ യാ ഗൈസ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരു സാധനം മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും സേ ഗുഡ് ബൈ. ഇനി അടുത്ത വീഡിയോ എന്ന് വരുമെന്ന് നമുക്ക് ഒരു ഇതും പിടിയും കിട്ടിയിട്ടില്ല. ഞാൻ അടുത്ത സീരീസ് എപ്പോൾ തുടങ്ങുമെന്നൊന്നും ഒരു ഇതും ഇല്ല കേട്ടോ. എന്നാലും പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കാണാം. ബൈ.